അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ഒരിക്കൽ ഹബീബിൻ്റെ അരികിൽ ഒരാൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, സാമ്പത്തികമായി വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് ഞാൻ കഴിയുന്നത്. സാമ്പത്തികമായ ദാരിദ്ര്യവും വിഷമവും എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് നബിയെ. ഒരു പരിഹാരം വേണം. സമ്പത്ത് എന്നെ വിട്ട് ഓടിയതുപോലെ തോന്നുന്നുണ്ട്. ഇതിന് രക്ഷ വേണം, അതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണം എന്ന് പറഞ്ഞു. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഹബീബ് അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല, ആ പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ മാറ്റം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ആ സ്വഹാബത്ത് വീണ്ടും ഒന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, നബിയെ, ഇപ്പോൾ സമ്പത്ത് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്, കുന്നുകൂടിയിരിക്കുകയാണ്. ഈ സമ്പത്ത് എവിടെ വെക്കണമെന്നൊരു വിവരവുമില്ല. അത്രക്കും വല്ലാത്ത സാമ്പത്തികമായ വലിയ ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ എൻ്റെ ജീവിതത്തിൽ ഉപകരിച്ച ഒരു ദിക്റാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ്, ആ ദിക്റിനെ കുറിച്ചാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. തീർച്ചയായും സാമ്പത്തികമായ പ്രശ്നങ്ങൾ അത് നമ്മെ വല്ലാത്ത അലട്ടുന്ന പ്രശ്നങ്ങളാണ്. സമ്പത്ത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അത് അള്ളാഹു നമുക്ക് നൽകാനും അതിൽ വലിയ ഉയർച്ച കിട്ടാനും മുത്ത് റസൂൽ തമാശക്ക് പോലും കളവ് പറയാത്ത അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സുബ്ഹി നമസ്കാരത്തിൻ്റെ ശേഷം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ 100 തവണ ചൊല്ലുക. 100 തവണ പതിവാക്കിയാൽ സമ്പത്ത് നിന്നെ അന്വേഷിച്ചു വരും എന്നാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ തൊട്ട് വലിയ കാവലുണ്ടാകും. അള്ളാഹു ഐശ്വര്യവും ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.